ബൈബിളിലെ ജ്ഞാനവും പരിജ്ഞാനവും എന്ന വിഷയത്തെ ആസ്പദമാക്കി തയ്യാറാക്കിയിട്ടുള്ള ചില ചോദ്യങ്ങൾ. ആദ്യത്തെ ചോദ്യം: ജ്ഞാനം നൽകുന്നത് ആരാണ്? ഉത്തരം: യഹോവ. സദൃശവാക്യങ്ങൾ 2:6. അടുത്ത ചോദ്യം: ജ്ഞാനം പ്രവേശിക്കുന്നത് എവിടെയാണ്? ഉത്തരം: ഹൃദയത്തിൽ. സദൃശവാക്യങ്ങൾ 2:10. അടുത്ത ചോദ്യം: മുത്തുകളേക്കാൾ നല്ലത് എന്താണ്? ഉത്തരം: ജ്ഞാനം. സദൃശവാക്യങ്ങൾ 8:11. അടുത്ത ചോദ്യം: ആരുടെ അധരങ്ങളിലാണ് ജ്ഞാനം ഉള്ളത്? ഉത്തരം: വിവേകിയുടെ. സദൃശവാക്യങ്ങൾ 10:13. അടുത്ത ചോദ്യം: ജ്ഞാനികൾ അടക്കി വയ്ക്കുന്നത് എന്താണ്? ഉത്തരം: പരിജ്ഞാനം. സദൃശവാക്യങ്ങൾ 19:14. അടുത്ത ചോദ്യം: ആരുടെ വായാണ് ജ്ഞാനം മുളപ്പിക്കുന്നത്? ഉത്തരം: നീതിമാന്റെ വായ്. സദൃശവാക്യം 10:31. അടുത്ത ചോദ്യം: ആലോചന കേൾക്കുന്നവരുടെ പക്കൽ ഉള്ളത് എന്താണ്? ഉത്തരം: ജ്ഞാനം. സദൃശവാക്യങ്ങൾ 13:10. അടുത്ത ചോദ്യം: ജ്ഞാനം അന്വേഷിച്ചിട്ടും കണ്ടെത്താത്തത് ആരാണ്? ഉത്തരം: പരിഹാസി. സദൃശവാക്യങ്ങൾ 14:6. അടുത്ത ചോദ്യം: ജ്ഞാനം അടങ്ങിപ്പാർക്കുന്നത് ആരുടെ ഹൃദയത്തിലാണ്? ഉത്തരം: വിവേകമുള്ളവന്റെ ഹൃദയത്തിൽ. സദൃശവാക്യങ്ങൾ 14:33. അടുത്ത ചോദ്യം: ആരുടെ നാവാണ് നല്ല പരിജ്ഞാനം പ്രസ്താവിക്കുന്നത്? ഉത്തരം: ജ്ഞാനിയുടെ. സദൃശവാക്യങ്ങൾ 15:2. അടുത്ത ചോദ്യം: ജ്ഞാനിയുടെ അധരങ്ങൾ വിതറുന്നത് എന്താണ്? ഉത്തരം: പരിജ്ഞാനം. സദൃശവാക്യങ്ങൾ 15:7. അടുത്ത ചോദ്യം: ജ്ഞാനം ആരുടെ മുൻപിൽ ഇരിക്കുന്നു? ഉത്തരം: ബുദ്ധിമാന്റെ. സദൃശവാക്യങ്ങൾ 17:24. അടുത്ത ചോദ്യം: ബുദ്ധിമാനെ ശാസിച്ചാൽ അവൻ പ്രാപിക്കുന്നത് എന്താണ്? ഉത്തരം: പരിജ്ഞാനം പ്രാപിക്കും. സദൃശവാക്യങ്ങൾ 19:25. അടുത്ത ചോദ്യം: ജ്ഞാനം അത്യുന്നതമായിരിക്കുന്നത് ആർക്കാണ്? ഉത്തരം: ഭോഷന്. സദൃശവാക്യങ്ങൾ 24:7. അടുത്ത ചോദ്യം: പരിജ്ഞാനം ഇന്നതെന്നറിയാത്തത് ആരാണ്? ഉത്തരം: ദുഷ്ടൻ. സദൃശവാക്യങ്ങൾ 29:7. അടുത്ത ചോദ്യം: സദൃശവാക്യത്തിലെ ഭാഗ്യവാന്മാർ ആരാണ്? ഉത്തരം: ജ്ഞാനം പ്രാപിക്കുന്ന മനുഷ്യനും വിവേകം ലഭിക്കുന്ന നരനും. സദൃശവാക്യങ്ങൾ 3:13. അടുത്ത ചോദ്യം: ജ്ഞാനം സമ്പാദിച്ച് നേടേണ്ടത് എന്താണ്? ഉത്തരം: വിവേകം. സദൃശവാക്യങ്ങൾ 4:5. അടുത്ത ചോദ്യം: ജ്ഞാനത്തിൻ്റെ ആരംഭം എന്താണ്? ഉത്തരം: യഹോവ ഭക്തി. സദൃശവാക്യങ്ങൾ 9:10.
അടുത്ത ചോദ്യം, വീഥിയിൽ ഘോഷിക്കുന്നത് ആരാണ്? ഉത്തരം ജ്ഞാനമായവൾ. സദൃശവാക്യങ്ങൾ 1:20. അടുത്ത ചോദ്യം, പരിജ്ഞാനം ഇമ്പമായിരിക്കുന്നത് എന്തിനാണ്? ഉത്തരം മനസ്സിന്. സദൃശവാക്യം 2:10. അടുത്ത ചോദ്യം, നമുക്ക് തന്നെ സ്വയം തോന്നരുതാത്തത് എന്താണ്? ഉത്തരം ഞാൻ ജ്ഞാനിയെന്ന്. സദൃശവാക്യം 3:7. അടുത്ത ചോദ്യം, ജ്ഞാനത്താൽ യഹോവ സ്ഥാപിച്ചത് എന്താണ്? ഉത്തരം ഭൂമിയെ. സദൃശവാക്യം 3:19. അടുത്ത ചോദ്യം, യഹോവയുടെ പരിജ്ഞാനത്താൽ പിളർന്നത് എന്താണ്? ഉത്തരം ആഴങ്ങൾ. സദൃശവാക്യങ്ങൾ 3:20. അടുത്ത ചോദ്യം, ഒരുവൻ കാത്തു സൂക്ഷിക്കേണ്ടത് എന്തെല്ലാമാണ്? ഉത്തരം ജ്ഞാനവും വകതിരിവും. സദൃശവാക്യങ്ങൾ 3:21. അടുത്ത ചോദ്യം, ജ്ഞാനികൾ അവകാശമാക്കുന്നത് എന്താണ്? ഉത്തരം ബഹുമാനത്തെ. സദൃശവാക്യങ്ങൾ 3:35. അടുത്ത ചോദ്യം, ജ്ഞാനമായവൾ പണിതത് എന്താണ്? ഉത്തരം തനിക്കൊരു വീട്. സദൃശവാക്യങ്ങൾ 9:1. അടുത്ത ചോദ്യം, ജ്ഞാനമുള്ള മകൻ സന്തോഷിപ്പിക്കുന്നത് ആരെയാണ്? ഉത്തരം അപ്പനെ. സദൃശവാക്യം 10:1. അടുത്ത ചോദ്യം, കൽപ്പനകളെ കൈക്കൊള്ളുന്നത് ആരാണ്? ഉത്തരം ജ്ഞാനഹൃദയൻ. സദൃശവാക്യങ്ങൾ 10:8. അടുത്ത ചോദ്യം, ജ്ഞാനഹൃദയന് ദാസനായിത്തീരുന്നത് ആരാണ്? ഉത്തരം ഭോഷൻ. സദൃശവാക്യം 11:29. അടുത്ത ചോദ്യം, ഹൃദയങ്ങളെ നേടുന്നത് ആരാണ്? ഉത്തരം ജ്ഞാനിയായവൻ. സദൃശവാക്യം 11:30. അടുത്ത ചോദ്യം, ജ്ഞാനിയുടെ ഉപദേശം എന്തിൻ്റെ ഉറവാകുന്നു? ഉത്തരം ജീവന്റെ. സദൃശവാക്യം 13:14. അടുത്ത ചോദ്യം, ജ്ഞാനി ഭയപ്പെട്ട് അകറ്റി നടക്കുന്നത് എന്താണ്? ഉത്തരം ദോഷം. സദൃശവാക്യം 14:16. അടുത്ത ചോദ്യം, സൂക്ഷ്മബുദ്ധികൾ അണിയുന്നത് എന്താണ്? ഉത്തരം പരിജ്ഞാനം. സദൃശവാക്യം 14:18. അടുത്ത ചോദ്യം, ജ്ഞാനികളുടെ അടുക്കൽ ചെല്ലുവാൻ ഇഷ്ടമില്ലാത്തത് ആർക്കാണ്? ഉത്തരം പരിഹാസികൾക്ക്. സദൃശവാക്യം 15:12. അടുത്ത ചോദ്യം, തങ്കത്തേക്കാൾ സമ്പാദിക്കേണ്ടത് എന്താണ്? ഉത്തരം ജ്ഞാനം. സദൃശവാക്യങ്ങൾ 16:16. അടുത്ത ചോദ്യം, വാക്ക് അടക്കി വയ്ക്കുന്നവൻ ആരാണ്? ഉത്തരം പരിജ്ഞാനമുള്ളവൻ. സദൃശവാക്യം 17:27. അടുത്ത ചോദ്യം, ജ്ഞാനമുള്ള രാജാവ് പേറ്റിക്കളയുന്നത് ആരെയാണ്? ഉത്തരം ദുഷ്ടന്മാരെ. സദൃശവാക്യം 20:26. അടുത്ത ചോദ്യം,
ജ്ഞാനിയുടെ പാർപ്പിടത്തിൽ ഉള്ളത് എന്താണ്? ഉത്തരം വിലയേറിയ നിക്ഷേപവും തൈലവും. സദൃശവാക്യം 21:20. അടുത്ത ചോദ്യം, പരിജ്ഞാനമുള്ളവനെ കാക്കുന്നത് എന്താണ്? ഉത്തരം യഹോവയുടെ കണ്ണ്. സദൃശവാക്യം 22:12. അടുത്ത ചോദ്യം, തനിക്ക് തന്നെ ജ്ഞാനിയെന്ന് തോന്നുന്നത് ആർക്കാണ്? ഉത്തരം ധനവാന്. സദൃശവാക്യം 28:11.